ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇറ്റാലിയൻ ക്ലാസിക് റെസിപ്പിയാണ് സ്കാലപ്സും അതുപോലെ റോസ്റ്റഡ് വെജിറ്റബിൾസും. സ്കാലപ്പ് ഒരു ഇറ്റാലിയൻ പ്രീമിയം ഷെൽ ഫിഷാണ്. നമ്മുടെ നാട്ടിലെ കക്കായുടെയും കല്ലുമ്മക്കായുടെയും ഒക്കെ ആ ഇനത്തിൽ വരുന്നതാണ് ഈ സ്കാലപ്പ് എന്ന് പറയുന്ന ഫിഷ്. ഈ സ്കാലപ്സ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ കൈയുടെ വലിപ്പം വരും ഈ ഷെല്ല് വരുന്നത്. അതുപോലെ അതിൻ്റെ അകത്തെ മീറ്റ് അതിൻ്റെ നടുക്കാണ് മീറ്റ് വരുന്നത്. സോ ആ ഒരു ലുക്സാണ് ഇവിടെ പടം നിങ്ങൾക്ക് കാണാമല്ലോ. അതുപോലെയാണ് നമ്മുടെ സ്കാലപ്സ് ഇരിക്കുന്നത്. സ്കാലപ്സ് വളരെ റെയർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലെ സെർവ് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ഹൈ ആൻഡ് പ്രീമിയം റെസ്റ്റോറൻറ്റുകളിൽ മാത്രമാണ് നമ്മൾ സ്കാലപ്സ് കാണാറുള്ളത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം സ്കാലപ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫിഷ് ഐറ്റമാണ്. അതുപോലെ തന്നെ അത് കുക്ക് ചെയ്തെടുക്കാനുള്ള ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങും അതുപോലുള്ള കാര്യങ്ങളും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു ഫിഷ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫിഷ് ഓവർ കുക്കായി പോകും, അല്ലെങ്കിൽ ഇത് അണ്ടർ കുക്കായി പോകും. ഇത് കറക്റ്റ് ആ ഒരു വേവിന് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ ഇതിൻ്റെ ടേബിൾ ടൈം ഭയങ്കര കുറവാണ്. ഇതിൻ്റെ ഫ്രഷ്നെസ് നമ്മൾ ഉണ്ടാക്കി ഏകദേശം ഒരു 10 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ തന്നെ കഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീറ്റിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് വ്യത്യാസം മനസ്സിലാകാൻ വലിയ പാടില്ല. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മീറ്റിൻ്റെ ക്വാളിറ്റി അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആദ്യം നമ്മൾ പാനിൽ ബട്ടറൊക്കെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കാലപ്പ് ഫ്രൈ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ ആ പാനിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഇത് ബൈറ്റ് സൈസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ഒന്ന് ബേബി പൊട്ടാറ്റോസും അതുപോലെ തന്നെ മഷ്റൂമും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഏതായാലും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഒന്ന് പോയി നോക്കിയാലോ. സ്കാലപ്സ് 250 ഗ്രാംസ്, ബേബി പൊട്ടാറ്റോസ് 250 ഗ്രാംസ്, സ്മോൾ മഷ്റൂംസ് 100 ഗ്രാംസ്, അതുപോലെ ഒറിഗാനോ, പാഴ്സലി, റോസ്മേരി, റെഡ് ചില്ലി പൗഡർ, ഗാർലിക് പൗഡർ, പെപ്പർ പൗഡറും ഇത് ആവശ്യത്തിനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളുടെ ഒരു ഫ്ലേവറിനനുസരിച്ച് ഇതൊക്കെ ആഡ് ചെയ്യാം. ബീഫ് ബ്രോത്ത് ഏകദേശം 1/2 കപ്പ്, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, ചെറിയ 3 ഷാലറ്റ്സ്, ബട്ടർ 1 ടേബിൾ സ്പൂൺ. ഏറ്റവും ആദ്യം സ്കാലപ്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനു മുമ്പ് നമുക്കിതൊന്ന് സീസൺ ചെയ്തെടുക്കാം. നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. റെഡ് ചില്ലി പൗഡർ, ഗാർലിക് പൗഡർ, അതുപോലെ റോസ്മേരി, ഒറിഗാനോ, പാഴ്സലി, പെപ്പർ പൗഡർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഈ വെള്ളത്തിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഏറ്റവും ആദ്യം 1-2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്കാലപ്സ് നമുക്ക് ഇവിടെ വറുത്തെടുക്കാം. ഇതിൻ്റെ കുക്ക് ടൈം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ടോട്ടൽ കുക്ക് ടൈം വരുന്നത് 10 മിനിറ്റ്സ് ആണ്. ഇതിൻ്റെ ഒരു സൈഡ് 5 മിനിറ്റ് നമ്മൾ ഹൈ ഹീറ്റിൽ പാനിലിട്ടതിന് ശേഷം മറിച്ചിട്ട് 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാലപ്സ് ഏകദേശം ഇവിടെ റെഡിയായി വന്നു. ഇതിന് ഏകദേശം ഒരു മീഡിയം ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ഏകദേശം റെഡിയായെന്നാണ്. ഈ ഒരു കളറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ആ പാനിൽ തന്നെ കുറച്ചുകൂടി ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷാലറ്റ്സ് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി അതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മഷ്റൂംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുക. ആ മഷ്റൂമിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമുക്കിവിടെ ബേബി പൊട്ടാറ്റോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഈ പാനിലൊന്ന് കിടന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റഡ് വെജിറ്റബിൾസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് നോക്കാം. നമ്മുടെ ഇറ്റാലിയൻ ഡിഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കാലപ്സ് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്കാലപ്സ് വരുന്നത്. ആ കുക്കൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് സോഫ്റ്റായിട്ട് വരണം. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. കണ്ടില്ലേ, അത് കട്ട് ചെയ്ത് വന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്കിവിടെ കാണാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടണം. അതുപോലെ നമ്മൾ പൊട്ടറ്റോ ഇവിടെ വേവിച്ച് റെഡിയാക്കി എടുത്തായിരുന്നു. അത് നിങ്ങൾ കണ്ടതാണല്ലോ. അതൊരു ഈ ഒരു പരുവത്തിലാണ്. അതും കൂടി ഇവിടെ വെക്കുക. മഷ്റൂമും അതുപോലെ പൊട്ടറ്റോയും ഉണ്ട്. അത് രണ്ടും നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്താണ്. സോ അത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് അതിൻ്റെ ആ ഫുൾ കോഴ്സ് ബൈറ്റ് നമുക്ക് കിട്ടേണ്ടത്. പൊട്ടറ്റോ അതുപോലെ മഷ്റൂം അതുപോലെ മീൻ. ഇതായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഇറ്റാലിയൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി ഉണ്ട്. ആ ഫുഡിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ ആ കുക്ക് ചെയ്യുന്ന സ്റ്റൈലും എല്ലാം വ്യത്യാസമാണ്. കുക്കിംഗ് ടൈം ഇതിന് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമാണ് ഇത്. ഓഫ് കോഴ്സ് ഇതിനൊരു ഇറ്റാലിയൻ ഫ്ലേവറിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ആ ഒരു ടേസ്റ്റ് ബഡ്സിന് എപ്പോഴും യോജിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇറ്റാലിയൻ ക്യുസീനിലെ പലതും വരുന്നത്. പിന്നെ എരിവ് ഇച്ചിരി കുറവാണെന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ ഗൈസ്, താങ്ക് യു. എല്ലാവർക്കും വലിയൊരു നന്ദി. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തൊട്ട് താഴെ അടിക്കുക.